ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദുഃഖം ദൈവഹിതപ്രകാരമുള്ളതാണ് എങ്കിൽ രക്ഷാകരമായ പശ്ചാത്താപത്തെ നൽകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ലോകത്തിൻ്റെ ദുഃഖം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ളതോ ദൈവത്തിൽ നിന്നുള്ളതോ അല്ല, സ്വയം തോന്നുന്നതാണ്. നഷ്ടബോധം കൊണ്ടോ നിരാശ കൊണ്ടോ വേദന കൊണ്ടോ സ്വന്തം പദ്ധതികൾ പരാജയപ്പെട്ടതുകൊണ്ടോ പാപത്തിൽ പിടിക്കപ്പെട്ടതുകൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം. ഇത് ചിലപ്പോൾ താൽക്കാലികമായ ഒരു പശ്ചാത്താപം ഉണ്ടാക്കുമെങ്കിലും ശരിയായ അനുതാപത്തിലേക്ക് ഒരുവനെയും നയിക്കുന്നില്ല. യേശുതമ്പുരാനെ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ യൂദ അനുതപിച്ചു. ആ വെള്ളിക്കാശ് അവൻ അവർക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ അവർ അത് സ്വീകരിച്ചില്ല. ഇവിടെ യൂദ അനുതപിച്ചു എങ്കിലും തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായി തയ്യാറായില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. സദൃശ്യവാക്യങ്ങൾ 28:13 തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ പ്രാപിക്കും. യൂദ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ സകല ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരിയുവാനും തൻ്റെ പാപങ്ങൾ ഓർത്തെടുക്കുവാനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും ദൈവത്തിങ്കലേക്ക് തിരിയുവാനുമൊക്കെ ഉതകുന്ന ശരിയായ മാനസാന്തരത്തെ ഉളവാക്കും. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ഇഷ്ടപ്രകാരമുള്ള ദുഃഖം എന്നിലുണ്ടാകുവാൻ, എനിക്ക് ശരിയായ മാനസാന്തരമുണ്ടാകുവാൻ, കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളൊക്കെയും ഉപേക്ഷിച്ച് നിന്റെ വഴിയിലൂടെ ചരിക്കുവാൻ തക്കവണ്ണം എന്നെ യോഗ്യനാക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.